യെസ്, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഏറ്റവും പുതിയ മോഡല് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വാഹനം എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി നമ്മൾ കണ്ടൊരു കാര്യമാണ്. 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഇന്നോവ. എത്ര പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം 10 ലക്ഷം ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ, എന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും റിഫൈൻഡ് എഞ്ചിൻ തന്നെയാണ്. റിഫൈൻഡ് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇതൊരു റിലയബിൾ എഞ്ചിൻ തന്നെയാണ്. കാരണം ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല സർവീസ് പ്രോപ്പർ ആണെങ്കിൽ. പക്ഷേ സർവീസ് പ്രോപ്പർ അല്ലാത്ത വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആകട്ടെ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Pro. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടയുടെ ഹൈലക്സിൻ്റെ ഒരു ചെറിയൊരു ഫീല് ഈ ഒരു ഗ്രില്ല് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടി വരും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ വാഹനത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നത്തുള്ളൂ. ഏതായാലും നമ്മുടെ ലൈറ്റിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു 4 ഡോട്ട് പാർക്ക് ലൈറ്റും പിന്നെ ഒരു ഹാലജൻ്റെ ഹൈ ബീം ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ലോ ബീമിലും വരുന്നുണ്ട്. ഇത് ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ്, അതായത് ലെവലിംഗ്, ഓട്ടോ ലെവലിംഗ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പ് വരുന്നത് ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ക്രോം പ്ലേറ്റ് രണ്ട് സൈഡിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ സൈഡിലാണ്. പക്ഷെ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇൻഡിക്കേറ്റേഴ്സ് പലപ്പോഴും നമ്മുടെ ഹെഡ്ലൈറ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് രാത്രിയൊക്കെ ഹൈ ബീമിൽ ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വ്യക്തിക്ക് കാണാൻ ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിവിടെ താഴെ വരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ഈ വാഹനം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വാഹനത്തിന് മനസ്സിലാവും. അതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. താഴെ നല്ലൊരു എയർ ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ക്രിസ്റ്റ എന്നുള്ളൊരു നല്ലൊരു എഴുത്ത് ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. ചെടിയൊക്കെ തട്ടി നിൽക്കുന്നതിൻ്റെയാണ് നമുക്കിവിടെ ആ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. ഏതായാലും ഈ ഒരു വശം കൊണ്ട്, അതായത് ഫ്രണ്ട് വശത്തിന്റെ കാഴ്ചകളിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സമയത്ത് കാണാൻ സാധിക്കുന്ന ഒരു ടയർ, അത് വരുന്നതെന്ന് പറഞ്ഞാൽ 17 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്. 17 ഇഞ്ചാണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏതായാലും കാണാനും നല്ല അപ്പിയറൻസ് ഉണ്ട്, നല്ല ലുക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെൽക്കം ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഒരു വെൽക്കം ലൈറ്റ് വരുന്നുണ്ട്. അതും ഒരു കിടുക്കൻ ഫീച്ചർ തന്നെയാണ്. ഇതിൻ്റെ പുറത്തൊരു ക്രോം പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി, നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആണ്. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം ടിൻഡഡ് ഗ്ലാസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ബാക്കിലോട്ട് വരുമ്പോഴാണെങ്കിൽ പോലും ബാക്കിലും പറയത്തക്ക പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ വരുന്നില്ല. നമുക്കൊരു നല്ലൊരു സ്പോയിലർ കാണാൻ സാധിക്കും. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഒരു വൈപ്പർ കാണാൻ സാധിക്കും. ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇലക്ട്രിക്കലാണ് വരുന്നത്. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊന്നുമില്ല. ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള നല്ലൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇസഡ് വേരിയന്റ് ആണ്, അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിക്വസ്റ്റ് സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് തന്നെ ഒരു റിക്വസ്റ്റ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിന്റെ ലോക്ക് ആൻഡ് അൺലോക്ക്, കീ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കണമെങ്കിൽ വാഹനം ഫുൾ അൺലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ബട്ടൺ മാത്രം, അതിൻ്റെ സൈഡിലുള്ള റിക്വസ്റ്റ് സ്വിച്ച് മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ വെച്ച് പോകാൻ സാധിക്കും. ഏതായാലും ബൂട്ടിന്റെ വലിപ്പം, അതായത് ഈ പറയുന്ന ഒരു ഏരിയ, നല്ലൊരു ഏരിയ നമുക്ക് കിട്ടും. 300 ലിറ്ററോളം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് മടക്കാൻ വേണ്ടി ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്കിങ്ങനെ മടക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ലോക്കിലോട്ട് കയറ്റി ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ ഏരിയ കിട്ടുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് മടക്കി ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു വൈഡ് ഏരിയ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. കാരണം കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് ലഗേജ് ആയിട്ട് എടുക്കാം. ഇനി ആൾക്കാരാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കയറ്റാൻ സാധിക്കും. ലഗേജ് അത്ര കുറച്ച് കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹെഡ് റെസ്റ്റും കൂടെ കാണാൻ സാധിക്കും. ഇത് വെക്കാൻ വേണ്ടി നല്ലൊരു പോർട്ട് ഇവിടെ ഉണ്ട്. ഇത് നമുക്കൊരു 3 പേർക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പുറയിൽ അൺലോക്ക് ചെയ്ത് തിരിച്ചിട്ട് വലിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും കൂടെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലോക്ക് ആൻഡ് അൺലോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് അൺലോക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ജാക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഹൈഡ്രോളിക് ജാക്ക് അവൈലബിൾ ആണ്. ഒരു റിഫ്ലക്ടർ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റും കൂടെ കാണാൻ സാധിക്കും. പക്ഷെ അതൊരു നോർമൽ ഹാലജൻ ബൾബാണ് വരുന്നത്. LED ആക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്നൊരു സജഷൻ എനിക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം.
ഓക്കെ, ഡോറ് തുറക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കാണാൻ സാധിക്കും. ഇതൊരു വെൽക്കം ലൈറ്റ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് ഇറങ്ങി വരാൻ നേരത്തെ താഴത്തെ പാസേജ്, അതായത് ഈ വഴി ഒന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയാം. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ദൂരെ നിന്നൊരു വാഹനം വരികയാണെങ്കിൽ അതിന് ഈ ഒരു ലൈറ്റ് കാണുന്ന സമയത്ത്, അതിന് സാധാരണ റെഡ് ലൈറ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്, എന്നാലും ഈ ഒരു ലൈറ്റ് കാണുന്ന സമയത്ത് ഒരു വാഹനം ഇവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും നല്ലൊരു ഡോർ പാഡാണ്. അതായത് ഒരു പഴയ ലുക്കോ കാര്യങ്ങളൊന്നുമല്ല, നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. നമുക്കിവിടെ നല്ല ഗ്ലോസ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ കുറേ സ്വിച്ചസ് വരുന്നുണ്ട്. ഇത് മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. മിറർ ഫോൾഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കാണാം. അതുപോലെ തന്നെ മിറർ ലോക്ക് ചെയ്യാൻ വേണ്ടി, പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക്, എല്ലാ ഡോറിലും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചറുണ്ട്. ഞാൻ ഒരു സിംഗിൾ പ്രസ് ചെയ്യുകയാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺ ആകുന്നത് കാണാം. അതുപോലെ തന്നെ സിംഗിൾ അപ്പ് ചെയ്യുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം, ഓട്ടോമാറ്റിക്കായിട്ട് അപ്പ്. ഇത് എല്ലാം ഡോർ ഗ്ലാസ്സിനും അവൈലബിൾ ആണ്, അതായത് ഇൻക്ലൂഡിങ് ബാക്ക്. ഞാൻ ബാക്കിലത്തെ റൈറ്റ് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തു, ഞാൻ അതുപോലെ തന്നെ അതൊന്നുകൂടെ ഒന്ന് ക്ലോസ് ചെയ്യാണ്, ഞാൻ കൈവിട്ടു. അപ്പോൾ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ബോട്ടിൽ ഹോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കാൻ സാധിക്കും. സ്പീക്കർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മേളിലൊരു ട്യൂട്ടറും നമുക്ക് അവൈലബിൾ ആണ്. 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്ക് വരുന്നത്. അതായത് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, മേളിലോട്ട് പോകാൻ വേണ്ടി, താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചില്ലായിരിക്കാൻ വേണ്ടതേണ്ട ഇവിടെ ഒരു AC വെൻറ്റും കൂടെ വരുന്നുള്ളതുകൊണ്ട് ആ വെൻറ്റിൻ്റെ കാറ്റ് കൊണ്ട് ഇത് തണുക്കുന്നതായിരിക്കും. തൊട്ട് സൈഡിലൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ DPFൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. പാർക്ക് സെൻസർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ ഫ്യൂവൽ ലിഡ് ഓപ്പണറും പിന്നെ ഹുഡ് ഓപ്പണറും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും പ്രസ് ദ ക്ലച്ച് ഫോർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാർണിംഗ് ലൈറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്പീഡോമീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന RPM മീറ്റർ ആണ്. താഴത്തെ രണ്ട് കൊടുത്തിരിക്കുന്ന ഒന്ന് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഗേജും റൈറ്റ് സൈഡിൽ ഫ്യൂവലിൻ്റെ ഗേജും വരുന്നുണ്ട്. ഔട്ട് സൈഡ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ TFT സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്ത് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആയിരിക്കുന്നതാണ്. ഇന്നോവ എന്നൊക്കെ എഴുതി കാണിക്കുന്നതിനെ കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓഡോമീറ്റർ റീഡിംഗ് ഇപ്പോൾ 2300 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് A, ട്രിപ്പ് B നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു നോബ് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ സെറ്റിങ്സ്, ഫ്യൂവൽ കൺസപ്ഷൻ എത്രയാണ്, 10 km/ലിറ്റർ, ലാസ്റ്റ് റീസെറ്റിൽ നമുക്ക് 8.9 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് താഴോട്ടും മേളിലോട്ടും ഒക്കെ നമുക്ക് ഈ ഒരു നോബ് യൂസ് ചെയ്ത് മാറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള എല്ലാം FM-ൻ്റെ സ്റ്റേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും വാർണിംഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണിക്കുന്നതായിരിക്കും. സെറ്റിങ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ക്ലസ്റ്റർ സെറ്റിങ്, ലാംഗ്വേജ്, ഈക്കോ സെറ്റിങ് കാര്യങ്ങളൊക്കെ അത് ഓൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഒരു ബാക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് കളേഴ്സ് മാറ്റാനും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൾസ് വരുന്ന ഇവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓട്ടോ വരുന്ന മോഡലാണ്. അതായത് ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ റിയർ ഫോഗ് ഓൺ ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് നോർമൽ ഫോഗ്, റിയർ ഫോഗ് ഈ രണ്ടും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിനി ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പോകാം. ഇതിൽ നമുക്ക് വൈപ്പർ, ഓട്ടോ വൈപ്പറോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമൽ വൈപ്പേഴ്സാണ് വരുന്നത്. ബാക്കിലത്തെ വൈപ്പർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർമൽ വൈപ്പറിൻ്റെ ഇതും വൈപ്പറിൻ്റെ സ്പീഡ്, അതായത് ഇൻഡിക്കേഷൻ്റെ സ്പീഡ് എത്ര വേണമെന്നുള്ള അതും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് വരുന്ന അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള വോയിസ് കമാൻഡ്, വോയിസ് അപ്പ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നമ്മുടെ TFTയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യമാണ്. ഇവിടെ തൊട്ട് താഴെ ഒരു കുഞ്ഞൻ സ്വിച്ച് വരുന്നത് കാണാൻ നല്ല അടിപൊളി ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു ചെറിയൊരു സ്വിച്ച് കാണാൻ വേണ്ടി ഏതായാലും നല്ല രസമാണ് ആ ഒരു സ്വിച്ച് കാണാൻ. നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. നല്ല കിടുക്കാച്ചി ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും ഭാഗത്തൊരു വുഡ് മെറ്റീരിയൽ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അതും കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു AC വെന്റ് കാണാം. നമ്മുടെ റൈറ്റ് സൈഡിൽ AC വെന്റ് നമ്മൾ കണ്ടു. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന ഒരു കുഞ്ഞൻ ക്ലോക്ക്. കാരണം ഇത് ശരിക്കും നമ്മുടെ ഡ്രൈവറിന് വേണ്ടി മാത്രമല്ല, ഈ വാഹനത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു
ടൈം കാണാൻ സാധിക്കും, ഹസാർഡിന്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം 8 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ക്യാമറയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ക്യാമറയും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് റിവേഴ്സ് ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ ആ ക്യാമറയും കൂടെ ഓൺ ആക്കാം, റിവേഴ്സ് ഗിയർ ഇട്ടു, നമുക്ക് ക്യാമറ കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അതായത് ബമ്പർ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബമ്പർ കാണുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും. ഈ വാഹനത്തിന്റെ ഇങ്ങറ്റം വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫിസിക്കൽ സ്വിച്ചസ് ഒരുപാടുണ്ട്, നല്ലൊരു കാര്യമാണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഫിസിക്കൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലത്തെ വാഹനത്തിന് ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെ വളരെ കുറവാണ്. ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. മെനു എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് ആപ്ലിക്കേഷൻ എടുക്കണം, ഫോണിൻ്റെ കാര്യം എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ കിട്ടിയിരിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണ്, ക്രൂസ് റേഞ്ച് എത്രയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഓട്ടോ AC ആണ് നമുക്കിവിടെ വരുന്നത്. ഓട്ടോ ACയുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്കൽ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് വാഹനത്തിന്റെ റിയർ AC ഓഫ് ചെയ്യണമെങ്കിൽ ബാക്കിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പാസഞ്ചർ സീറ്റിൽ പിള്ളേരെ വല്ലതൊക്കെ നമ്മൾ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് തട്ടോ മുട്ടോ വല്ലതും വന്ന് എയർ ബാഗ് വന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഒരു എയർ ബാഗും ഇവിടെ ഒരു താക്കോൽ ഇടാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു താക്കോൽ ഇങ്ങനെ ഇട്ട് നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ എയർ ബാഗിൻ്റെ ഇത് ഓഫ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് രീതിക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ. ഇപ്പം ഞാനൊന്ന് കാണിച്ചു തരാം, അത് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബാക്കിൽ പാസഞ്ചർ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഈ ഒരു പോർഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഇട്ടിരിക്കുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇരിക്കുന്ന 3 ആൾക്കാരും ബാക്കിലത്തെ ക്യാപ്റ്റൻ സീറ്റിലെ 2 പേരുമാണ്. ഓരോരുത്തരും സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ പോകുന്നത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ബാക്കിൽ ചെന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒന്നിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ബാക്കിലത്തെ സീറ്റിലോട്ടൊന്ന് കയറി ഡോർ അടച്ചു, ഞാനൊന്ന് സീറ്റ് ബെൽറ്റ് ഇടുകയാണ്, ശ്രദ്ധിച്ചോണം. യെസ്, അപ്പോൾ ഒരു ലൈറ്റ് തെളിഞ്ഞ് പോയി. അതായത് ഞാൻ ബാക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതിൻ്റെയാണ് ആ ഒരു ലൈറ്റ് പോയിരിക്കുന്ന. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഈക്കോ മോഡുണ്ട്, ഒരു പവർ മോഡുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ വലിയ ഫോൺസൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിരിക്കത്തില്ല, ചെരിച്ചൊക്കെ വെക്കേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ തൊട്ട് താഴെ ഒരു 2.1-ൻ്റെ ഒരു A ടൈപ്പ് USB നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 12 വോൾട്ട് ഔട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൊബൈൽ ചാർജറൊന്നും വേറെ അവൈലബിൾ അല്ല. അത് കഴിയുമ്പോഴത്തേക്കും ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന്. മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു നല്ലൊരു സ്പേസ്, ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ്, അത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു അപ്പർ ഗ്ലോ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ രീതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റില്ലാത്ത വല്ലതും വെക്കുന്ന പോലെ, മീൻസ് ചെറിയ എന്തെങ്കിലും സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു വെന്റിലേറ്റഡ് ടൈപ്പാണ് വരുന്നത്. അതായത് നമുക്ക് കൂൾഡ് ടൈപ്പ് എന്നും പറയാൻ സാധിക്കും. ഇതിലെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഇത് ഓൺ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് കാറ്റ് കയറി പോകുന്ന സംഭവം. അതായത് നമ്മുടെ AC-യുടെ സെയിം കൂളിംഗ് അതിലോട്ട് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ ഒരു കോ ഡ്രൈവർ സൈഡിലോട്ട് കയറി കഴിഞ്ഞാലുള്ള വിശേഷങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഏതായാലും എൻ്റെ ഒരു രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്ഥിരം എല്ലാ വാഹനത്തിലും നോക്കുന്ന പോലെ ഗ്ലോ ബോക്സ് ഒന്ന് തുറക്കുന്നു, മുട്ടിയില്ല. അത് ഭയങ്കര ഒരു വിഷയമുള്ള കേസാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പല വാഹനങ്ങളിൽ കയറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഗ്ലോ ബോക്സ് വന്ന് കാലിൽ തട്ടുക എന്നുള്ളത്. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ, അതായത് ഡ്രൈവർ സൈഡിലെ സീറ്റ് ഏറ്റവും പുറകോട്ട് ഇറക്കിയിട്ടിരിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഓടിക്കാൻ സാധിക്കത്തില്ല, ഓടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സീറ്റ് ഫ്രണ്ടിലോട്ട് ഇടണം. ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസും കൂടെ കൃത്യമായിട്ടൊന്ന് അറിയാൻ സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എയർ ബാഗ്, ഇതിനകത്ത് മൊത്തം 7 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് 1 നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 ഈ സൈഡിൽ പാസഞ്ചർ സൈഡിൽ വരുന്നുണ്ട്, പിന്നെ കർട്ടൻ എയർ ബാഗ്സ് വരുന്നുണ്ട്. അപ്പോൾ 1, 2, 3, 4 സീറ്റ് 2 വരുന്നുണ്ട്, 5, 6. ഇവിടെ തൊട്ട് താഴെയും കൂടെ ഒരെണ്ണം വരുന്നുണ്ട്. 7 എയർ ബാഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി ബാക്കിലത്തെ വിശേഷങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനിപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, നമുക്ക് ഡ്രൈവർ സൈഡിൽ മാത്രം കാണാൻ പറ്റുമോ നോക്കിയില്ല. കോ ഡ്രൈവർ സൈഡിൽ എനിക്ക് കണ്ണാടിയൊക്കെ നോക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതേ ഇങ്ങോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും ഈ ഒരു വാഹനം വളരെ വ്യത്യസ്തമായിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ലൈറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡോർ ഓപ്പൺ
ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയന്റ് ലൈറ്റ് നമുക്കിവിടെ കൂടെ മേലിൽ കൂടെ പോകുന്ന കാണാൻ സാധിക്കും. ബ്ലൂ കളർ, രാത്രി നല്ല അടിപൊളിയായിരിക്കും അത് കാണാൻ വേണ്ടി. ഓക്കെ, സൈഡ് ഡോറിലോട്ട് വരുന്ന സമയത്ത് ഒരു വാട്ടർ ബോട്ടിലിന്റെ പോക്കറ്റ്, അതൊരു 1 ലിറ്ററിന്റെ സുഖമായിട്ട് കൊള്ളു. ഇതിപ്പോൾ 1/2 ലിറ്റർ ആണ്. 1 ലിറ്ററിന്റെ പോക്കറ്റും നമുക്ക് സൈഡിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയും കാണാൻ സാധിക്കും. ഒരു സ്പീക്കറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ തൊട്ട് ബാക്കിലത്തെ ക്യാപ്റ്റൻ സീറ്റിലോട്ട് ഇരിക്കാം. അതായത് ഈ ഒരു സീറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. റിക്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ലെവൽ വരെ ഇപ്പോൾ ബാക്കിലെ സീറ്റിൽ മുട്ടുന്നുള്ളതുകൊണ്ടാണ് അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇനി ഏതായാലും ഇവിടെ ഇരുന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. എനിക്കിപ്പം കാല് വയ്ക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ ഒരു സീറ്റ് മുമ്പിലോട്ടാക്കണം, ഫ്രണ്ടിൽ ആളില്ല. അതായത് ഞാനൊരു മുതലാളിയാണ്, ജസ്റ്റ് ഫോർ എ കിഡിങ്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഒറ്റ പ്രസ്സിൽ തന്നെ, അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കാലിങ്ങനെ നീട്ടിയിരിക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ, അതുകൂടി ഞാൻ എടുത്ത് പറയുകയാണ്. ഇനി ആളുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ലെവൽ വരെ, അതായത് മീൻസ് ഒരു പരിധി വരെ എനിക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ആക്കാൻ സാധിക്കും. ഇനി അതല്ല, തിരിച്ച് അതുപോലെ കൊണ്ടുവരണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരാം. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഈ കാണുന്ന ഒരു സംഗതി. അതായത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഫുഡ് വെക്കാനോ വെള്ളത്തിൻ്റെ കുപ്പി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാപ്പ് വെക്കാൻ പാടായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനോ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അത് ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മാക്സിമം 10 കിലോ വരെ മാത്രം വെക്കാൻ പറ്റത്തുള്ളൂ. അത് മേളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാർജർ പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പോക്കറ്റ് സ്പേസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കോയിൻസോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് വെക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ട് 120 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും രീതിക്ക് ഈ ഒരു കപ്പ് ഹോൾഡർ എനിക്ക് തികഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിലും 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് ആവശ്യം ഇല്ലാത്ത സമയത്ത് നമുക്ക് അടച്ചു വെക്കാം, കാരണം അതൊരു ഭാഗ്യമാണ്. ഇതൊരു ക്യാപ്റ്റൻ സീറ്റാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു സീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ സീറ്റ് പോലും എനിക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇറക്കാൻ സാധിക്കും. ഇത് എന്തുകൊണ്ട് ഫ്രണ്ടിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ ലെഗ് റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നേരെ ബാക്കിലോട്ട് തന്നെ ഇറക്കിയിടാൻ സാധിക്കും. ഇനി ക്യാപ്റ്റൻ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ തൊട്ട് മേളിൽ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. നമുക്കൊരു റീഡിംഗ് ലൈറ്റ് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബേൺ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇടുന്ന സമയത്ത് ഏതൊരു സൈഡാണോ വേണ്ട അത് മാത്രം നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഡോർ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, എല്ലാ ലൈറ്റും ഓൺ ആകുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഏതായാലും ഞാനിത് അടച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാം ഓഫായെങ്കിൽ പോലും എൻ്റെ റീഡിംഗ് ലൈറ്റ് മാത്രം ഓഫായില്ല, അത് ഞാൻ തന്നെ ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻ ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. രാത്രി നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓട്ടോ ക്ലൈമറ്റിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എനിക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണം എന്നൊക്കെ ഉള്ളത്, അതായത് വെട്ടം കൂട്ടണം കുറയ്ക്കണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഈ ഒരു സൈഡ് വഴി എനിക്ക് വേണമെങ്കിൽ ബാക്കിലോട്ട് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്ത് എങ്ങനെ കയറാമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 2 ലിവേഴ്സ് ഉണ്ട്, ഒന്നെങ്കിൽ ഈ ലിവർ അല്ലെങ്കിൽ ഈ ലിവറിൽ നമുക്ക് പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ടാകും. അതിനുശേഷം എനിക്ക് ഇവിടെ നിന്ന് നേരെ ബാക്കിലത്തെ സീറ്റിലോട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇത് ഒത്തിരി ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് കാല് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ബാക്കിൽ ഒരുപാട് നീളം കൂടിയ ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് ഞാൻ അല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിടുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരല്പം ഞാൻ കയറ്റിയുള്ളൂ. ഇനി ഞാൻ ഇരിക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ബാക്കിലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റിൽ അടിപൊളിയാണ്. തൊട്ട് പുറത്തെ ഇത് ക്യാപ്റ്റൻ സീറ്റായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അവിടെയും നല്ല സൂപ്പറാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിയുമ്പോൾ ശരിക്കും എനിക്കതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇരിക്കാനുള്ള പിള്ളേർക്ക് നല്ല സുഖമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടം വരെ നമുക്ക് റിക്ലൈൻ ചെയ്തിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കാല് വെക്കാൻ ഇച്ചിരി സ്ഥലം കുറവാണെങ്കിലും ബാക്കിലോട്ട് ചാരി ഇരിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കും. നമുക്കിവിടെ തൊട്ട് മേളിലായിട്ട് തന്നെ, അതായത് ഏറ്റവും ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള AC വെൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു കീ ഫോബും കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പുറകെ നല്ലൊരു ഇന്നോവ എന്ന് എഴുതിയിട്ടുമുണ്ട്. കാണാനും നല്ല ഗുമ്മുണ്ട്, കാരണം അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് കാണാൻ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടൊയോട്ടയുടെ ഒരു നല്ല ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഫിനിഷ് മാത്രം എനിക്ക് ഈ ഗ്ലാസ് ഫിനിഷ് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു
കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കീ എപ്പോഴും നമ്മൾ പോക്കറ്റിൽ തന്നെ ആയിരിക്കത്തില്ല ഇടുന്നത്. എവിടെയെങ്കിലും കൊണ്ടിടുന്ന സമയത്ത് ചെറിയ രീതിക്ക് സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പോരായ്മ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ വേണ്ടി അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു ഫിസിക്കൽ കീ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും രീതിക്ക് ഈ കീ ഫോബിൻ്റെ ബാറ്ററി തീരുമോ അല്ലെങ്കിൽ ഇത് വർക്കാതെ വരുമോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്കൽ കീ കൊണ്ട് നമുക്ക് ഈ വാഹനം ഓൺ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ ഈ കീ വേണ്ട, ഈ ഫോബ് നമുക്ക് നേരെ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹാർട്ട് അഥവാ ഹൃദയം നമുക്ക് കാണാം. അതായത് ഒരു 2.4 ലിറ്ററിൻ്റെ എഞ്ചിനാണ് നമുക്കറിയാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീസൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്കത് കിട്ടത്തില്ല. കാരണം അതുപോലെ റിഫൈൻഡ് ആണ്. 4 സിലിണ്ടർ ആണ്, 2.4 ലിറ്റർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു ടർബോ ചാർജ്ഡ് എഞ്ചിൻ തന്നെയാണ്. ഏതായാലും വാഹനം കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല ഗുമ്മുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ്, ഇതൊക്കെ ഒന്ന് മാറി കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ജാങ്കോ വാഹനത്തിന് ഇതൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്ന്, പക്ഷേ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആഡ് ബ്ലൂവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഫ്യൂസ്, യെസ്, അങ്ങനെ നമ്മുടെ ഫ്യൂസ് കേസ്, റിലേ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ മെയിൻ ഐറ്റംസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. പവർ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ വലിയ വാഹനമായതുകൊണ്ടായിരിക്കും ഇലക്ട്രിക്കൽ കൊടുത്താലും അതിൻ്റേതായ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടുതലുണ്ട്. എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ജാങ്കോ ആണ്. ABS, EBD അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. നമ്മുടെ നിപ്പോൺ ടൊയോട്ടയാണ് നമുക്ക് ഈ വാഹനം ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും നന്നായിട്ടൊന്ന് റവ് ചെയ്ത് ഇത് മാക്സിമം ഫസ്റ്റ് ഗിയറിൽ എത്ര വരെ റവ് ചെയ്ത് നോക്കാം. 3000, 4000, 5000, 6000. ഓക്കെ, സെക്കൻഡ് ഗിയറിൽ 60, തേർഡ് ഗിയറിൽ 80 കഴിഞ്ഞു. 4000 RPM. ഓ മാൻ, ഫ്രണ്ട് കഞ്ചഷൻ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതോ സിനിമ ഷൂട്ടിംഗ് ആണോ? ഹായ്, സിനിമ ഷൂട്ടിംഗ്. അപ്പം നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറെക്കുറെ ഞാനൊരു 3-4 കിലോമീറ്റർ മാത്രമേ ഇപ്പോൾ ഓടിച്ചിട്ടുള്ളൂ. നമുക്ക് സിറ്റിയിലും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. കാരണം ഈ ഒരു വാഹനം സിറ്റിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ക്ലച്ച് എൻഗേജിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മാനുവൽ വാഹനം മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഏതായാലും മോഡ് മാറ്റി പവർ മോഡിൽ നിന്ന് ഇക്കോ മോഡിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ നോർമൽ സിറ്റിയിൽ ഡ്രൈവ്സ് എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നല്ലതാണോ, അതെന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യോ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. ഏതായാലും നമുക്ക് ടൗൺ സൈഡിലോട്ടൊന്ന് പോകാം. അതുപോലെ തന്നെ ഈ വാഹനത്തിന് നമ്മുടെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നമുക്ക് ഈ ഒരു സ്റ്റീരിയോയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജിയോ ഫെൻസിങ്ങും അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനം എവിടെയാണ്, എന്താണ് എന്നൊക്കെയുള്ള ലൊക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഫെൻസിങ്ങിൻ്റെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അലേർട്ടും കാര്യങ്ങളും വരെ നമുക്ക് ഫോണിൽ കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ഫ്ലൂയിഡ് ക്ലച്ചിൻ്റെ ശരിക്കും നമുക്ക് അറിയാനുണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫ്രണ്ടിലുള്ള ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെനിക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതായത് ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് ഈ വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത്. പ്രത്യേകിച്ച് 2.4 ലിറ്റർ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പവറും ടോർക്കും ഒക്കെ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. എനിക്ക് വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാനൊരു 3 സിലിണ്ടർ ഡീസൽ വാഹനം കഴിഞ്ഞ റീസെൻ്റ്ലി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത് കൂട്ടണ്ട. കാരണം 3 സിലിണ്ടർ 4 സിലിണ്ടർ ഡിഫറൻസ് വെച്ച് തന്നെയാണ് ഞാനത് കമ്പയർ ചെയ്ത് പറയുന്നത്. പക്ഷേ ഏതായാലും നല്ല റിഫൈൻഡ് എഞ്ചിൻ തന്നെയാണ്. നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. ഏതായാലും ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് അറിയാൻ സാധിക്കുന്നത്. ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി അല്ലെങ്കിൽ നല്ല ട്രാഫിക് ഉള്ള സ്ഥലത്ത് ഓടിക്കുമ്പോഴാണ്. അന്നേരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ വാഹനത്തിൻ്റെ കംഫോർട്ട് എന്താണെന്നുള്ളത്. കാരണം നല്ല റോഡിൽ ഏതൊരു വാഹനം നമുക്ക് ഓടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മാനുവൽ വാഹനമൊക്കെ ആണെങ്കിൽ ക്ലച്ച് അപ്ലൈ ഒന്നും വേണ്ടാത്തതുകൊണ്ട് നല്ല ക്ലച്ച് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത് നല്ല റോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. 5th ഗിയറിലോ 4th ഗിയറിലോ ഒക്കെ ഇട്ട് നമുക്ക് അങ്ങനെ പോവാം. പക്ഷേ ഇതുപോലെ ഒരു ഹെവി ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗിയർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഫീൽ അല്ലെങ്കിൽ ഒരു കംഫോർട്ട് സോണ് എവിടം വരെ ഉണ്ടെന്നുള്ള. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും നല്ലൊരു കുത്തനെ കൊണ്ടുപോയി ഞാനൊന്ന് കയറ്റുന്നുണ്ട്. അതായത് നല്ല കുത്തനെ നമ്മൾ സ്ഥിരം
ഓടിക്കുന്ന ആ ഒരു വഴിയിൽ കൊണ്ടുവന്നു, ഫസ്റ്റ് ഗിയർ ഇട്ടു, ജസ്റ്റ് ക്ലച്ചെന്ന് ഞാൻ വെറുതെ സിമ്പിളായിട്ട് കാലെടുക്കുന്നുള്ളൂ, ഒന്നും ചെയ്യുന്നില്ല, വണ്ടി ചുമ്മാ കയറി പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവർ. അപ്പം മൈലേജ് നമുക്കവിടെ കുറയുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു വാഹനം. സെക്കൻഡ് ഗിയറിലൊക്കെ ചുമ്മാ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു കാര്യം അടിപൊളി തന്നെയാണ്. ഏതായാലും വാഹനം ഓവറോൾ പക്ക എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഏറെക്കുറെ ഒരു 15-20 കിലോമീറ്ററോളം ഈ വാഹനം ഞാനിപ്പോൾ ഓടിച്ചു. ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിളായിട്ടൊക്കെ നമ്മൾ ഈ വാഹനം ഓടിക്കാനാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഫീല് കിട്ടത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ യാത്രാസുഖം ഭയങ്കരമായിട്ട് കൂടും. കാരണം ഇതിൻ്റെ ബാക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഫീല് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു ഫീല് തോന്നുന്നത് നല്ല കംഫർട്ട് ലെവലായിരിക്കും. പക്ഷേ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ കിടന്ന് ഒരു ചാട്ടം നല്ല ഗട്ടേഴ്സിലൊക്കെ ചാടുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഗട്ടർ റോഡിലോട്ടൊക്കെ പോയതിന് ശേഷം വേറെ മോശമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ നല്ല അപ് ടു ദ ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും എനിക്ക് ഈ സ്റ്റിയറിംഗ് പിന്നെയും കുറേ കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു വുഡ് ഫിനിഷിൻ്റെ ഒരു പോർഷനിൽ പിടിക്കാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, പ്രീമിയം ടച്ച്, അല്ലെങ്കിൽ പിടിക്കാനൊരു നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ഏതായാലും ഓവറോൾ എനിക്ക് ഈ വാഹനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റി ഡ്രൈവിലൊക്കെ വരുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വാഹനം കുറച്ചേറെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് അത് ബീപ്പ് അടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്ന് പറഞ്ഞുകൊണ്ട് ആരും പരീക്ഷിക്കാൻ ഞാൻ പറയത്തില്ല, എന്നാലും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സൈഡിൽ കൂടെയൊക്കെ ചിലപ്പോൾ കയറി വരുമ്പോൾ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ആ ബീപ്പ് സൗണ്ട് വരുന്ന ഫീൽ ചെയ്യും. അത് നമുക്ക് ശരിക്കും ഒരു അലേർട്ട് തരികയാണ്. അതായത് വാഹനം കുറേ കൂടെ ക്ലോസറാണ്, ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് നല്ലൊരു അലേർട്ടാണ് കിട്ടുന്നത്. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത് നമുക്ക് ടെലിസ്കോപ്പിക്കുമാണ്, അതുപോലെ തന്നെ ടിൽറ്റും ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അതായത് നമുക്ക് ഏതൊരു രീതിക്ക് വേണമെങ്കിലും ഈ ഒരു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതായാലും ഈ കുഞ്ഞ് സ്വിച്ചാണ് ഈ സൈഡിൽ വരുന്നത്. ക്രൂയിസ് കൺട്രോളിൽ നമുക്കിത് ഓൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ അകത്തോട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇത് ഓൺ ആകും. ഓൺ ആയതിനു ശേഷം നമുക്ക് നേരെ ഇത് താഴോട്ട് സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, താഴോട്ടാണ് പ്രസ് ചെയ്യേണ്ടത്. പക്ഷേ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 40 കിലോമീറ്റർ സ്പീഡെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇപ്പോൾ ഒരു 30 ആയി, സെറ്റ് ചെയ്ത് നടന്നില്ല, 40 തൊട്ടു. ഇപ്പം ഞാനത് സെറ്റ് ചെയ്ത് സെറ്റായി. ഇനി ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പൊക്കോളും. ഏതായാലും കുഴപ്പമില്ല. ഇനി സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ, അതായത് ഈ ഒരു നോബിൽ തന്നെ മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴോട്ട് തട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയുന്നതായിരിക്കും. ഇനി ഇത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആദ്യം പ്രസ് ചെയ്ത ബട്ടണിൽ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ മേലോട്ട്, അതായത് നമ്മൾ വാഷർ സ്പ്രേ ഒക്കെ ചെയ്യുന്ന പോലെ മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസൽ ആകുന്നതായിരിക്കും.